എൻ്റെ പേര് ആരിഫ് ഹുസൈൻ. MM അക്ബറിനോടാണ് ചോദ്യം. ഇവിടെ പ്രസന്റേഷനിൽ പറയുണ്ടായി സമുദ്രം താഴേക്ക് പോകും തോറും, അതിലേക്ക് നമ്മൾ ഡീപ് സീയിലേക്ക് പോകും തോറും ഇരുട്ട് തട്ടിനുമേൽ തട്ടായി, മുകളിലായി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ തിരമാലയുണ്ട്, അതിൻ്റെ മുകളിൽ കാർമേഘമുണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. ഏകദേശം ഒരു 10-20 അടിയോളം താഴെ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൻ്റെ അടിയിൽ ഇരുട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നത്. രണ്ടാമത്തത്, ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ ഒന്നത്. രണ്ടാമത്തത്, ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ മുത്തുകൾ പെറുക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ മുത്തുകൾ കടലിൽ ലഭ്യമാവുക എന്ന് പറയും. കടലിലാവാം, ഏത് വാട്ടർ ബോഡിയിലും ആവാം. അതിൽ മിനിമം 12 അടി, അത് മാക്സിമം അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് പോയ 40 അടി വരെ ആളുകൾ പോയി മുത്ത് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ പറയണ്ടായി 20 അടിക്ക് അപ്പുറം ആരും മുങ്ങിപ്പോയിട്ടില്ല, ആരും പോകാറില്ല എന്നാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കേട്ടു. ഇനി ഇതിനപ്പുറം താങ്കൾ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ചിത്രം, അത് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചോളൂ. അതിൽ ഇരുട്ട് താഴേക്ക് പോകുന്നതോറും കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് കുറഞ്ഞു വരികയല്ലേ ചെയ്യാം. കാരണം കടലിന്റെ പുറത്തേക്ക് വരുമ്പോൾ വെളിച്ചാണ് വരാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് താങ്കൾ ഇവിടെ കൊണ്ടുവന്ന ചിത്രവും അതിനെ സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻസും ഖുർആനിൽ എഴുതിയിരിക്കുന്ന വാക്യവും ഇത് രണ്ട് ദിശയിലല്ലേ പോകുന്നത്? ഇതെങ്ങനെയാണ് താങ്കൾ പറയുന്ന കാര്യമായിട്ട് യോജിച്ചു വരിക? താങ്കൾ കൊണ്ടുവന്ന സാധനം തന്നെ ഇതിനെ ഖണ്ഡിച്ചു എന്ന് ഞാൻ പറഞ്ഞ താങ്കൾ എങ്ങനെ അതിനെ ഖണ്ഡിക്കും? ഞാൻ കൊണ്ടുവന്ന സാധനം ഖണ്ഡിക്കാൻ വേണ്ടി ഡോക്ടർ ആരിഫ് ഹുസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്, അദ്ദേഹം കടലിന്റെ അടിക്ക് പോയിട്ട് മുങ്ങിയിട്ട് ബോധം കെട്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ ബോധം, അദ്ദേഹം ഡോക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒന്നുകിൽ ഡോക്ടറേറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഡോക്ടർ ആയിരിക്കും. ശാസ്ത്രീയമായ ബന്ധമുള്ള ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ശാസ്ത്രീയമായ ഒരു കാര്യം പഠിക്കാൻ അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ കടലിൻ്റെ അടിക്ക് പോകുമ്പോൾ ഇരുട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബോധം പോകുന്നതുകൊണ്ടാണത്. അതല്ലാതെ 200 മീറ്റർ വരെ ശാസ്ത്രം പറയുന്നത്, ഞാൻ ക്വസ്റ്റിന് ആൻസർ ചെയ്യാണ് പ്ലീസ്. ഞാൻ പറയണത് കേൾക്കൂ, 5 മിനിറ്റ് എൻ്റേതാണ് പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം സുഹൃത്തെ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് എൻ്റെ ഉത്തരമല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ വിചാരിച്ച ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ചോദിച്ചത് എന്താകട്ടെ, എനിക്ക് പറയാനുള്ള സൗകര്യമുള്ളത് പറയാൻ 5 മിനിറ്റ് കേട്ടോ. ഇവിടെ യുക്തിവാദി സംഘത്തിന്റെ നേതാക്കളുണ്ട്, അവരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, അതല്ലാതെ താങ്കളെ പോലുള്ള ആളുകളല്ല. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ സമുദ്രത്തിൽ 200 മീറ്റർ വരെയുള്ള സ്ഥലത്തിനെ സമുദ്രശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര് എപ്പിപീലാജിക് എന്നാണ്. എപ്പിപീലാജിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്, സൂര്യപ്രകാശ മേഖല എന്നാണ്. ഈ 200 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വസ്തുക്കളെയും നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് എപ്പിപീലാജിക് എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങൾക്ക് ഓഷ്യോണോഗ്രഫിയിലെ ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് അടുത്ത 200 മുതൽ 1000 മീറ്റർ വരെയുള്ള ടിലൈറ്റ് മേഖല എന്ന് പറയുക. അതന്നെ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ മീസോപിലാജിക് എന്ന് പറയുക. അതിൻ്റെ ശേഷമാണ് അർദ്ധരാത്രി എന്ന് പറയുന്ന ആ സ്ഥലം വരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം തന്നെയാണ് ഇരുട്ടുള്ളത്. ആ ഇരുട്ട് വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുത്തും പവിഴവും എടുക്കാൻ വേണ്ടിയെല്ലാം മുമ്പ് പോയിട്ടുണ്ട്. ആ പോയതിനെ കുറിച്ചുകൂടി പഠിക്കുക, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 20 മീറ്ററിന് അപ്പുറത്തുള്ള ആഴക്കടലിലല്ല അവർ പോയിരുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അവർ മുത്തുപവിടങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ, ഇനി പരമാവധി ശാസ്ത്രീയമാണല്ലോ നമ്മൾ പറയേണ്ടത്, അല്ലാതെ മെറ്റീരിയമടിക്ക പഠിച്ചതിന് ശേഷം അത് ഒഴിവാക്കുന്ന ശാസ്ത്രം അല്ലല്ലോ നമ്മൾ പറയേണ്ടത്. മറിച്ച് നമ്മൾ പറയേണ്ടത് യഥാർത്ഥ ശാസ്ത്രമാണ്. 200 മീറ്റർ താഴേക്ക് പോകാൻ ഒരു സാധാ മനുഷ്യന് കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം പ്രഷർ കൂടിയിട്ട് കഴിയില്ല. അപ്പൊ അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതിന് താഴേക്ക് ഒരാൾക്കും പോകാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, താഴെയുള്ള ഇരുട്ട്
ഒരാൾക്കും മുഹമ്മദ് നബിന്റെ കാലത്ത് അറിയില്ല. ആ ഇരുട്ട് മുഹമ്മദ് നബിയുടെ കാലത്ത് അറിയുമെന്ന് വരുത്താൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ യുക്തിവാദികൾ എന്നെല്ലാം പറഞ്ഞാൽ ശാസ്ത്രം എന്നാണല്ലോ പറയണത്. കൊണ്ടുവരൂ നിങ്ങൾ മെറ്റീരിയൽ എവിഡൻസസ്. ഞാൻ പറഞ്ഞല്ലോ, ഭ്രൂണശാസ്ത്രം പറയുമ്പോഴേക്ക് ഹിപ്പോക്രാറ്റസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിനാ ഹിപ്പോക്രാറ്റസ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെ ഗാലൻ ഉണ്ടെന്ന് പറയും, ഗാലനായിട്ട് വന്നത് അതിനാ. പറയൂ, നിങ്ങൾ വെറുതെ ബ്രൗസ് ചെയ്തിട്ട് ഗാലൻ കണ്ടിട്ട് പറഞ്ഞാൽ പോരാ, ഗാലനെ പഠിക്കൂ, ഗാലനെ കൊണ്ടുവരാലോ, പരിശോധിച്ചോ. ഖുർആനിൽ പറയുന്നത് ഗാലൻ പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ പറയുന്നത് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ടോ, പരിശോധിക്കുക, എന്നിട്ട് പറ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ശാസ്ത്രീയമായാണ് പറയേണ്ടത്. ഞാൻ പറയുന്നു, 200 മീറ്ററിന്റെ അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കാൻ ഡോക്ടർ എന്നല്ല ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് എന്തെങ്കിലും നമുക്ക് മറ്റ് പിന്നെ യന്ത്രങ്ങൾ വേണം, അതിൻ്റെ സഹായം വേണം. അതിനാണ് ബാറ്റിസ്ഫിയർ ഉണ്ടാക്കിയത്. ഞാൻ 925 മുതലുള്ള സമുദ്രശാസ്ത്രത്തിൻ്റെ കൃത്യമായ നാൾവഴികൾ ഞാൻ പറഞ്ഞു. ആ നാൾവഴികളിൽ 950കളിൽ മാത്രമാണ് 900 മീറ്ററിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. അതാണ് എൻ്റെ തെളിവ്, സയൻസാണ് എൻ്റെ തെളിവ്, അതല്ലാതെ വികാരമല്ല.